ബൻസി റവ ഉപ്മാവ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലതായിട്ട് ചൂടായതിന് ശേഷം 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായതിന് ശേഷം റവ അതിലേക്ക് ഇട്ടെടുത്തിട്ട് ആ നെയ്യ് എല്ലാ സ്ഥലത്തും എത്തുന്ന മാതിരി ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഫസ്റ്റ് ഇങ്ങനെ കട്ട പോലൊക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ റവയൊക്കെ നല്ല റോസ്റ്റായിട്ട് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അതേപോലെ കുറച്ച് സമയം കൂടി ഇതേപോലെ ഒന്ന് നല്ല റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാൻ തന്നെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക്, അതിനുശേഷം മീഡിയം സൈസ് 2 സവാള, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുക. തലേന്ന് രാത്രിയോ 2 മണിക്കൂർ മുന്നെയോ വെള്ളത്തിൽ കുതിർത്താൻ വെച്ച പട്ടാണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഈ എണ്ണയിൽ തന്നെ കിടന്ന് പാതി വേവാണ്. എന്താ വെച്ചാൽ നമ്മൾ റവ ഇട്ടിട്ട് അധികം നേരം വെക്കൂലല്ലോ. അതുകൊണ്ട് ഇത് ഒരു 3/4 കുക്കായതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുള്ളൂ. അതിനുശേഷം 2 തക്കാളി 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പം അതിനുശേഷം നമുക്ക് ഉപ്പുമാവ് റവ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടാൽ വെന്ത് കഴിഞ്ഞാൽ ഫുള്ള് ഒരു മഞ്ഞ കളർ നല്ല രസമായിരിക്കും കാണാനൊക്കെ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരവിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളക്കുമ്പോൾ നമ്മൾക്ക് റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിന്നാൻ നല്ല സോഫ്റ്റ് ആയിട്ട്, നമ്മൾ മറ്റേ റവ ഇട്ട് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് പോലെയല്ല. ഇത് നല്ല രസമാണ് കഴിക്കാനൊക്കെ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണം. ഉണ്ടോ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടാക്കി